ഒരു 7 മണി ഈവനിങ്ങിലാണ് ഫോണും കോൾ വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഭരതേട്ടനാണ് വിളിക്കുന്നത്. അന്ന് ലാൻഡ് ലൈനിലാണല്ലോ. ലാൻഡ് ലൈൻ വിളിച്ചു, എടാ നീ പെട്ടെന്ന് മൈസൂർക്ക് വരാൻ പറഞ്ഞു. എന്തിനാ ഭരതേട്ടാ? എടാ നിന്റെ ആ പടയാളിയുടെ സാധനം ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ഭരതേട്ടാ ഇവിടുന്ന് ഞാനൊരു വണ്ടി എടുത്ത് മൈസൂർ വരേണ്ട ഫുൾ നൈറ്റ് ഓടിച്ചു വന്നിട്ട് ഞാൻ ഈ പടയാളിയുടെ വേഷം. എടാ നിന്നോടല്ലേ പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. ലൊക്കേഷൻ ചെന്നു. ലൊക്കേഷൻ തന്നെ ഈ മൈസൂരിൽ നിന്നൊരു 250 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അപ്പോൾ പുള്ളിയുടെ ഒരു ഐഡിയ ഞാൻ പറയാം. പുള്ളിയുടെ പറയുന്നത് ഒരു റസ്റ്റിക് ലുക്കാണ് പുള്ളിയുടെ. കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡോണ്ടായിട്ടുള്ള അതും ഇതുമൊക്കെ തൂക്കിയിട്ട് അങ്ങനെയുള്ള പുള്ളിയുടെ മനസ്സിലുള്ള ആ പടത്തിൽ ആ കൊട്ടാരം എന്ന് പറഞ്ഞാൽ വളരെ റസ്റ്റിക് ആയിട്ടുള്ള പഴയ ലുക്ക്. അതാണ് ഓൾവേസ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് ഒന്നുമില്ല, കുറേ തോരണങ്ങൾ അങ്ങോട്ട് തൂക്കി ഇത്രയൊക്കെ ഉള്ളൂ. കുറേ തുണി ഇങ്ങനെ ഇട്ടു, അത് കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1-2 പേര്, പേര് പറയുന്നില്ല, രാജാവിൻ്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ട്രയലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ കണ്ട് ആസ്വദിച്ചു. ഭയങ്കര വേഷമല്ലേ, പണി മാർക്കറ്റൊക്കെ നല്ല പണിയിടും, ഭയങ്കര ഡയലോഗും. കാരണം കഥ എനിക്കറിയാമല്ലോ. നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ ഒരിക്കലൊരു പ്രൊഡക്ഷൻ മാനേജർ വിജയൻ എന്ന് പറഞ്ഞ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഗോളടിച്ചു. എന്ത് ഗോളടിച്ചു? ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഞാനങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഭരതേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, നീ ആ വേഷം എടുത്തിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പടയാളിയുടെ വേഷം ഇപ്പുറത്ത്, രാജാവിൻ്റെ വേഷം ഇപ്പുറത്ത്. ഞാൻ നേരെ പടയാളിയുടെ ഇരിക്കലോട്ട് ചെന്നു. അതല്ലടാ ഇത്